നമസ്കാരം. നമ്മൾ പ്രമേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ സംസാരിച്ചപ്പോഴെല്ലാം മനുഷ്യനൊരു ഒറ്റ ഗ്രൂപ്പായിട്ട് എടുത്താണ് പ്രമേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതും അതിനെ കണ്ടത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. ഫോർ എക്സാമ്പിൾസ്, മനുഷ്യനെ ഒബ്വിയസ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടാണ്. നമുക്ക് ഈ ഡിഫറൻസിയേഷനിൽ കൂടെ പ്രമേഹത്തെ അറിയാൻ ശ്രമിക്കാം. We'll welcome Dr. Rakesh. Thank you. ഡോക്ടർ, പ്രമേഹം പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ തന്നെയാണോ ആക്ട് ചെയ്യുന്നത്, അതോ അതിന് വ്യത്യാസമുണ്ടോ? ഇപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഡയബറ്റിസ് സ്റ്റാറ്റ് ആ ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇപ്പോൾ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നതും ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നതും അതെല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. പക്ഷേ ഇതിലെല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകും. ഇപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടിട്ട് മെനാർക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടിട്ട് ഹോർമോണൽ കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പ്രഗ്നൻസികൾ ഉണ്ടാവാം, അവരുടെ ജീവിത കാലഘട്ടത്തിൽ പാല് കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും, മുലപ്പാൽ കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പ്രമേഹവുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, അതായത് ഗർഭാവസ്ഥയിൽ കാണുന്ന പ്രമേഹം. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, ഒരു സ്ത്രീയുടെ ജീവിത കാലഘട്ടത്തിൽ അവർ സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള ആ ഒരു, അതായത് അൺടിൽ അവർ ഒരു മെനോപോസ് എന്ന് പറയുന്ന അവസ്ഥയിലെത്തുന്ന ഹോർമോണലി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്ന കാലഘട്ടം വരെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവായിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് പ്രകൃതി അവർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അത് കാർഡിയോവാസ്കുലർ അസുഖങ്ങളുടെ, ഹൃദ്രോഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യത്തിലാണെങ്കിലും കുറച്ചൊരു പ്രൊട്ടക്ഷൻ ആ പീരിയഡിൽ സ്ത്രീകൾക്കുണ്ട്. റിസ്ക് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് നമ്മൾ പലപ്പോഴും പറയില്ലേ, ഇത്ര ചാൻസ് ഉണ്ട് വരാൻ എന്നൊക്കെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ അവർ കുറച്ച് കുറവുള്ള സമയത്താണ്. പിന്നെ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് അതിനെ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടിപ്പിക്കൽ ക്ലാസിക്കലി നിങ്ങൾക്കതിനെ ടൈപ്പ് 1 ടൈപ്പ് 2 ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണങ്ങളിൽ, ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ കാരണങ്ങളിൽ നമുക്കതൊരു പ്ലാസെൻ്റൽ ഒറിജിൻ, അതായത് നമുക്കൊരു വയറ്റിൽ ഒരു ഭ്രൂണം ഉണ്ടാവുന്ന സമയത്ത് ആ ഭ്രൂണത്തിൽ നിന്ന് അത് ഫീറ്റസായിട്ട് വളരുന്നത് ഗർഭാവസ്ഥയിലുള്ള ആ കുട്ടിയുടെ ശരീരവും ആ അമ്മയുടെ ശരീരവും തമ്മിൽ ഒരു പ്ലാസെൻ്റൽ കണക്ഷൻ വരുന്നുണ്ട്. പ്ലാസെൻ്റ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്ലാസെൻ്റൽ പ്രോട്ടീൻസും ആയിട്ടുള്ള ശരീരത്തിൻ്റെ ഇടപെടലുകളിൽ നിന്നാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് വരുന്നത്. അപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്, GDM എന്ന് പറയുന്നത് ആ പ്രഗ്നൻസി അവസ്ഥയിലുള്ള മറ്റേ ഹൈപ്പർഗ്ലൈസീമിയും ബാക്കി കോംപ്ലിക്കേഷൻസുമാണ്. അതിന് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. വ്യത്യസ്തമാണ്, ചികിത്സയിലും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാ മരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഗർഭാവസ്ഥയിൽ നിങ്ങൾക്കറിയാം എല്ലാ മരുന്നുകളും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതല്ല. കൃത്യമായിട്ടുള്ള ഒരു ഒബ്സ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടും വേണം. ആവശ്യമാണെങ്കിൽ ഫിസീഷ്യൻ, എൻഡോക്രൈനോളജിസ്റ്റ് ഇവരുടെ സപ്പോർട്ടും കൂടി ആവശ്യമാണ്. അപ്പോൾ യൂഷ്വലി എന്താണ് നടക്കുന്നത്, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് മാറി പലപ്പോഴും നമ്മൾ നോർമൽ ഷുഗർ വാല്യൂസിലേക്കും ഗ്ലൈസിമിക് കൺട്രോളിലേക്ക് വരും. പക്ഷേ അവർക്ക് ചാൻസ് കൂടുതലാണ് എന്ത്, ടൈപ്പ് 2 ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആ ഒരു പീരീഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞാലും ഫോളോ അപ്പുകൾ ആവശ്യമാണ്, കൃത്യമായ ഇടവേളകളിൽ ഫോളോ അപ്പ് ആവശ്യമാണ്. അവർക്ക് മറ്റ് സ്ത്രീകളിൽ, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഇല്ലാത്തൊരു സ്ത്രീനെ വെച്ച് നോക്കുമ്പോൾ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്ന ഒരാൾക്ക് അടുത്ത പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസും അതൊരു ഓവേർട്ട് ഡയബറ്റീസ്, ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ഡയബറ്റീസിലേക്ക് മാറാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പം നമ്മൾ സ്ത്രീകളുടെ പ്രമേഹം എന്ന് പറയുന്നതിൽ പല രീതിയിൽ ഇതിനെ നമ്മൾ എടുക്കുന്നതാണ്. ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ നമ്മൾ സെപ്പറേറ്റ്ലി തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റേഷണൽ ഡയബറ്റീസ് തന്നെ നേരെ ഓവർ ഡയബറ്റീസ് ആയിട്ട് മാറുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ലാക്ടേഷൻ സമയത്തും അവർക്ക് ഡയബറ്റീസ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അതിനനുസരിച്ച് ലാക്ടേഷൻ, അതായത് നമ്മൾ കുട്ടി ബ്രസ്റ്റ് മിൽക്കിലൂടെയും പല മരുന്നുകളും നമുക്ക് സെക്രീറ്റ് ചെയ്യപ്പെടും, അത് കുട്ടികളിലെത്തും. അപ്പോൾ
ആ സമയത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് മരുന്നുകളൊക്കെ കൊടുക്കേണ്ടത്. കൂടുതലും നമ്മൾ ഇൻസുലിൻസും മെറ്റ്ഫോമിനും മാത്രം ഉപയോഗിച്ചിട്ടാണ് മുന്നോട്ട് പോവാറ്. ഇപ്പോഴത്തെ ചില ഗൈഡ് ലൈൻസിലൊക്കെ ചില ആഡ് ഓൺ മരുന്നുകളും അണ്ടർ മോണിറ്ററിങ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. റൈറ്റ്. ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ കണ്ടുവരുന്നുണ്ടോ, അതെയോ കാലങ്ങളായിട്ട് തന്നെ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസിന്റെ ഒരു പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണോ നിൽക്കുന്നത്? ഇതെല്ലാം നമുക്ക് പ്രഗ്നൻസി അവസ്ഥയിൽ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ മുന്നേ തന്നെ, അത് പുതിയ കാര്യമൊന്നുമല്ല ഇത്. അതായത് ഒരു പുതിയതായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമല്ല. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പ്രഗ്നൻസി സമയത്ത് മാത്രം കാണുന്ന ഒരു പ്രഷർ കൂടുന്ന അവസ്ഥ, അത് മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, എക്ലാംസിയ, പ്രീ എക്ലാംസിയ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ്ലി മോണിറ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഗർഭാവസ്ഥയിൽ ഷുഗർ കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ അത് കുട്ടികളിലും പ്രശ്നം ഉണ്ടാവും. ജനിക്കാൻ പോകുന്ന കുട്ടികളിലും, വലിയ കുട്ടികളാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ നമുക്ക് പലപ്പോഴും അൺകൺട്രോൾഡ് ഡയബറ്റീസോ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് നമ്മൾ ഷുഗറിനെ മാനേജ് ചെയ്യാത്ത പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈവൻ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് വേണമെങ്കിൽ ഡെത്ത് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിന് ഇതൊരു ആധുനിക ലോകത്തൊരു വലിയ പ്രശ്നമല്ല, നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിനെ മാനേജ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പ്രോബ്ലം എന്താണ്, സ്ത്രീ എന്നുള്ള രീതിയിൽ അവരവരുടെ പ്രോബ്ലംസിനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ മറ്റു പ്രോബ്ലംസിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ പലപ്പോഴും എടുക്കാതെയും ആ ശ്രദ്ധ കിട്ടാതെയൊക്കെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ വേണ്ടത്ര സീരിയസ്നെസ്സോടുകൂടി മാനേജ് ചെയ്യാതെ ലാഘവം കാണിക്കുമ്പോഴൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അല്ലെങ്കിൽ വളരെ കൂളായിട്ട് അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രവും ഇതിനെ വളരെ കൃത്യമായി തന്നെ ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദർ ഇസ് എ പോസിബിലിറ്റി ടു പ്രിവെന്റ് ഓർ പ്രിക്കോഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അങ്ങനെ ഒരു നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവ് നമുക്കില്ല. കാരണം അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലാസെന്റൽ ഒറിജിൻ ഓഫ് പ്രോബ്ലം ആണ് വരുന്നത്. അത് നമുക്ക് പലപ്പോഴും പ്രിവെന്റ് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ അത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് ഒരു കുറച്ചുകൂടി കോഷൻ കൊടുക്കാം. എന്താണ് ആ കോഷൻ? ഓൾറെഡി ഇൻസുലിൻ റെസിസ്റ്റൻസുമായൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം അവർക്ക് ആ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് അവരെ മുന്നോട്ടുള്ള ജീവിതത്തിനും ആ ഒരു കോഷൻ കൊടുത്ത്, അത് ഓവർ ഡയബറ്റീസ് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ ഈ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു വിവരം ആ സ്ത്രീക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോഴ്സ് നമ്മൾ ഡെലിബറേറ്റ്ലി കുറച്ച് എഫേർട്ട് ഇടുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, പ്രഗ്നൻസി ടൈമിൽ എടുക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ഫീഡിങ് ടൈമിൽ എടുക്കുന്ന മെഡിസിൻസ് കുട്ടികളെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേഷൻ എന്ന് പറയുന്ന ഈ സ്റ്റേജ് ബേസിക്കലി അവിടെ ഒരു വ്യക്തിയുടെ മാത്രമല്ല, വേറൊരു വ്യക്തി കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു കുട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഭ്രൂണാവസ്ഥയിൽ നിന്ന് ഫീറ്റസിലെത്തി, ഫീറ്റസിൽ നിന്ന് നമ്മൾ നിയോനേറ്റ് ആയിരിക്കും, ടോഡ്ലറായിട്ട് മാറുന്ന ഒരു ഏജ് വരെയാണ് ലാക്ടേഷൻ പോകുന്നത്. അപ്പോൾ പ്രഗ്നൻസി പീരിയഡിൽ എസ്പെഷ്യലി നമ്മൾ കൺസീവ് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ടിട്ട് പ്രഗ്നൻസി അവസാനിക്കുന്ന സമയം വരെ ഒരു 3 ട്രൈമിസ്റ്ററായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്, 3 കാലഘട്ടമായിട്ട്. അപ്പോൾ അതിൽ ഏർലി പീരീഡിലാണ് എംബ്രിയോജനസിസും ഓർഗനോജനസിസ് എന്ന് പറയുന്ന അവയവങ്ങളും മറ്റു കാര്യങ്ങളും രൂപപ്പെട്ട് വരുന്ന ആ സമയമുള്ളത്. ആ സമയത്തുള്ള ഇൻസൾട്ടുകളാണ് കൂടുതൽ കൺജനിറ്റൽ അനോമലീസും മറ്റു പ്രോബ്ലംസിലേക്കും പോകുന്നത്. അപ്പോൾ പൊതുവെ എങ്ങനെയാണ് മരുന്നുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അവിടെ പ്രഗ്നൻസിയുടെ ഓരോ അവസ്ഥയിലും എങ്ങനെയാണ് മരുന്നുകൾ ആക്ട് ചെയ്യുന്നത്, എത്രത്തോളം സേഫ് ആണ് എന്ന് വെച്ചുകൊണ്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സെയിം ആസ്പെക്ട്സ് എന്തിലും ഉണ്ട്, നമുക്ക് ഡയബറ്റീസിലും ഉണ്ട്. ഡയബറ്റീസിൽ എന്തൊക്കെ ഉപയോഗിക്കാം, നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എങ്ങനെയാണ് പോകേണ്ടത്, ലാക്ടേഷനിൽ എങ്ങനെയാണ് പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ യു ഹാവ് ടു സേ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഒരു പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ അറിഞ്ഞിരിക്കണം നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, ലാക്ടേഷനിലാണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതനുസരിച്ച് ഒരു മോഡിഫിക്കേഷൻ അവിടെ ആ വരുന്ന മരുന്നുകളിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ്, എവിഡൻസുകൾ നോക്കിയിട്ടാണ്. അതായത് നമുക്ക് മൃഗങ്ങളിൽ, അനിമൽ സ്റ്റഡീസ് തൊട്ടിട്ട് ഹ്യൂമൻ സ്റ്റഡീസിൽ വരെ എന്തൊക്കെയാണ്
എവിഡൻസുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഡ്രഗ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേഫസ്റ്റ്, പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്സ് എടുക്കാം. ഇപ്പോൾ അധിക ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സും സേഫാണ്. ചില ഫ്ലൂറോക്വിനോൺസ് ഒന്നും സേഫ് അല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഏതൊക്കെ പ്രഗ്നൻസിയിൽ ഏതെല്ലാം പെയിൻ കില്ലേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഛർദിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതെല്ലാം കുറച്ച് കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഒരു ജനറൽ പബ്ലിക്കിന് യൂസ് ചെയ്യുന്ന പോലെയല്ല. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ഇത് പറയാൻ മറക്കരുത്. നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് ആണെന്ന് പറയാൻ മറക്കരുത്. കുഞ്ഞുങ്ങളിൽ, അതായത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫീറ്റസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസിനെ കുറിച്ച് ഒന്ന് പറയാമോ? യൂഷ്വലി നമ്മളിപ്പോൾ ഒരു വളരെ മോഡേൺ വേൾഡിലാണ് ജീവിക്കുന്നത്. അതായത് ആധുനിക ലോകത്ത് ഏറ്റവും നമ്മൾ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും സൗകര്യങ്ങളും ഏറ്റവും നമുക്ക് നമ്മളുടെ ശരീരത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ അത്രത്തോളം വിവരമുള്ള ഒരു കാലമാണ്. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചരിത്രത്തിൻ്റെ ഇതിലെടുത്താൽ പല അസുഖങ്ങളും നമ്മൾ കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. അമ്മമാരും മരുന്ന് കഴിച്ചിട്ട്. ഞങ്ങൾക്ക് ഫേമസ് ട്രാജഡീസിനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. താലിഡോമൈഡ് ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. താലിഡോമൈഡ് വാസ് ഒരു ആൻറ്റിഎമെറ്റിക് ആയിരുന്നു. അപ്പോൾ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന വളരെ കൂടുതലായിട്ടുള്ള ഛർദിയാണ് ഹൈപ്രമിസസ് ഗ്രാവിഡാരം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് താലിഡോമൈഡ്. താലിഡോമൈഡ് ഉപയോഗിച്ചിരുന്ന കുട്ടികളിൽ അവരുടെ ലിംബ് അനോമലീസ് വരുന്നു, ഫൊക്കോമീലിയ എന്ന് പറയുന്ന പ്രോബ്ലംസ് വരുന്നു. പിന്നെ നമുക്കൊരു DES എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മരുന്നൊക്കെ ഉണ്ടായിരുന്നു, ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്ന്. ഇത് ഉപയോഗിച്ചിരുന്ന അമ്മമാരുടെ കുട്ടികളാണ് നമുക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മാലിഗ്നൻസിയും പ്രോബ്ലംസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക സമൂഹവും ശാസ്ത്രബോധത്തിലൂടെ പോകുകയാണെങ്കിൽ ഇതൊന്നും വരാനുള്ള സാധ്യതയൊന്നുമില്ല. ബിക്കോസ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന എല്ലാം നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അനാവശ്യമായി കൃത്യമായ ലേബലുകൾ ഇല്ലാത്ത മരുന്നുകളൊന്നും ഗർഭാവസ്ഥയിലോ പ്രഗ്നൻസിയിലോ ഉപയോഗിക്കരുത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് സുഖചികിത്സ എന്നൊക്കെയുള്ള പേരിൽ ധാരാളം മരുന്നുകളൊക്കെ കഴിച്ചിട്ട് കുട്ടികളിൽ ഗാസ്ട്രോഇസോഫേഗൽ റിഫ്ലക്സ് ഡിസീസും ബ്ലോട്ടിങ്ങും മറ്റ് അബ്ഡോമിനൽ പ്രശ്നങ്ങളും മറ്റ് വേറെ കുറേ പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഹിസ്റ്ററി ഒക്കെ ചോദിക്കുമ്പോൾ അമ്മയുടെ കൺസംഷനാണ് കുട്ടികളിൽ ഈ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത്. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ മീൻസ് ഒരു കോമൺ എക്സാമ്പിൾ പറഞ്ഞതാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എല്ലാം ഏത് പ്രായത്തിലാണെങ്കിലും ഏത് ജെൻഡർ ആണെങ്കിലും നമ്മൾ എടുക്കുന്ന എല്ലാ മരുന്നുകളും ഭക്ഷണങ്ങളും എല്ലാം ലേബൽ പരിശോധിച്ച് മനസ്സിലാക്കണം. സ്ത്രീകളുടെ പ്രമേഹത്തിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ PCOSഉം പ്രമേഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവരെല്ലാവരും ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരായിട്ട് നമുക്കിന്ന് എടുക്കാം. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസും ഒബീസിറ്റിയും നോൺ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിലും PCOS ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നുമല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അതിനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഊർജത്തിൻ്റെ മാനേജ്മെൻറ്റ് പലപ്പോഴും ഇൻഡയറക്ട്ലി ഹോർമോണൽ ആക്സസിനെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ ഓവറിയിൽ പോയിട്ട് ആൻഡ്രോജൻ കൂടുന്നു, മറ്റ് പ്രോബ്ലംസ് PCOSൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസുമായി കണക്ട് ചെയ്യുന്ന ഒരു ആക്സിസ് ഇതിനുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അത് മാത്രമാണ് ആ ആക്സിസ് എന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓരോ അസുഖങ്ങളെയും കാണുന്നത് ഒരു yes or no ക്വസ്റ്റ്യൻ പോലെയാണ്. അങ്ങനെയല്ല, ഇതൊരു ഡിസീസ് കോംപ്ലക്സ് ആണ്. അപ്പോൾ ആ ഡിസീസ് കോംപ്ലക്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പ്രോബ്ലംസിനെ അനലൈസ് ചെയ്തിട്ട് മാനേജ് ചെയ്യേണ്ട പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഒരു അസുഖമാണ് PCOS. കാരണം അത് കുറച്ചുകൂടി ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അവരുടെ ലൈഫിൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അവരുടെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും, കൃത്യമായ ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല, അത് അവരുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലൊരു പ്രോപ്പർ അസസ്മെൻറ്റ് നടത്തിയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണ്. ഇപ്പുറത്തെ ഒരു ഫിസീഷ്യൻ ഓർ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണ്. ഇതിൽ വളരെയധികം മരുന്നുകൾ വെച്ച് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറവായിരിക്കും.
ചിലപ്പോൾ കൂടുതലും അത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആയിരിക്കും. റൈറ്റ്. അപ്പോൾ നമ്മളിതിനെ മനസ്സിലാക്കണം. ഇതൊരു പലപ്പോഴും ഇതിൽ തോൽവി സമ്മതിക്കുകയാണ്. നമ്മളിപ്പോൾ കാണാം ഡയബറ്റീസിലും PCOSലും ഒക്കെ നമ്മൾ ആക്ച്വലി ഫെയിൽ ചെയ്യാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? നമുക്കൊരു ലോങ്ങർ ടേം മാനേജ്മെന്റ് അവിടെ ആവശ്യമാണ്. നമ്മൾ കൃത്യമായ സ്റ്റെപ്പുകൾ എടുത്ത് നമ്മൾ ടാർഗറ്റുകൾ വെച്ച്, ചിലപ്പോൾ വെയിറ്റിലായിരിക്കും ടാർഗറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസിലായിരിക്കും ടാർഗറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ BMI മാനേജ് ചെയ്യുന്നതായിരിക്കും. പലപ്പോഴും ഡ്രഗ്സിനേക്കാൾ പ്രാധാന്യം വെയിറ്റ് റിഡക്ഷനും മറ്റു കാര്യങ്ങൾക്കും ഉള്ള അസുഖാവസ്ഥകളാണ് PCOSും ഒബീസിറ്റിയും പ്രമേഹവും ഒക്കെ. ഡ്രഗ്സിന് റോളില്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ റോള് നമ്മുടെ ജീവിതശൈലിക്ക് ഉണ്ടാവും. ഇപ്പം നമ്മൾ വളരെയധികം കാണുന്ന വേറൊരു പ്രശ്നമാണ് ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി. അതായത് കുട്ടികളിൽ നമുക്ക് ഒരുപാട് അമിതവണ്ണം. കേരളത്തിന് അമിതവണ്ണത്തിൽ 1ാം സ്ഥാനം കിട്ടി. നമുക്ക് തൊട്ട് താഴെയാണ് പഞ്ചാബ്, അതിന് താഴെയാണ് ഹരിയാന. അപ്പോൾ കുടവേർ സംസ്ഥാനം കൂടിയായി നമ്മൾ മാറുകയാണ്. അപ്പോൾ ഇതൊരു സമൂഹത്തിലുള്ളൊരു മാറ്റമാണ്. നമ്മൾ വളരെ ഏർലി ആയിട്ടുള്ള ഏജിൽ തന്നെ കുട്ടികളിൽ അമിതവണ്ണം വരുന്നു. അവരുടെ ഏർലി ആയിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സൈനൊക്കെ നമുക്ക് മുന്നേ തന്നെ കാണാൻ പറ്റും. നല്ലവണ്ണം കാത്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന കഴുത്തിലൊക്കെ കാണുന്ന ഇതൊക്കെ നമ്മൾ മുന്നേ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ആംപിറ്റ്സിൽ കാണാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയയിൽ കാണാം. സ്ട്രൈ തുടങ്ങും, എക്സ്പാൻഷൻ, അതായത് സ്കിൻ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യണം. ബിക്കോസ് ഇതിനെ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കുറച്ച് എഫർട്ട് ഇടണം. നമ്മളൊരു അധ്വാനമുണ്ട് അതിൽ. അതായത് ആ കുട്ടീൻ്റെ ഇഷ്ടങ്ങളിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. അവരുടെ എങ്ങനത്തെയാണ് ഭക്ഷണ രീതി എന്നുള്ളത് മനസ്സിലാക്കണം. അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യണം. ഇത് ഭയങ്കര എഫർട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അമിതവണ്ണം വളരെ കൂടുതൽ. കാരണം എന്താ വെച്ചാൽ ഒരാൾ നിർത്തുമ്പോഴേക്കും മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ഗ്രാൻഡ് പാരൻസ് അതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ കൊടുക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 70കളിലോ 60കളിലോ ഉണ്ടായിരുന്ന തീർത്തും മെലിഞ്ഞ ഒരു സമൂഹമൊന്നുമല്ല. അപ്പോൾ അന്നത്തെ പോലെയല്ല. അപ്പം അന്ന് കുറച്ചൊരു തടിച്ചിരിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആസ്പെക്ട്സിലായിരിക്കാം. പക്ഷെ ഇന്ന് തടിച്ചിരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ, ആ ബോഡി വെയ്റ്റ് മാനേജ്മെൻറ്റിനെ മാനേജ് ചെയ്യണം. ഇത് ഫ്യൂച്ചറിലേക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. PCOS പിന്നീട് നിങ്ങൾക്ക് അത് ഡയബറ്റീസിലേക്കൊക്കെ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾ വിചാരിക്കണേക്കാൾ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധ വളരെ ചെറിയ കാലഘട്ടം തൊട്ട് തന്നെ, ഇനി അങ്ങനെയുള്ള ഒരു അമിതവണ്ണമുണ്ട്, നിങ്ങളത് സങ്കീർണമായ ഒരു പ്രോസസ്സാണെങ്കിൽ നിങ്ങൾ അതിലൊരു ക്ലിനിക്കൽ ടീമിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. പീഡിയാട്രീഷ്യനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. നിങ്ങളെ കൊണ്ട് അത് മാനേജ് ചെയ്യാത്തൊരു കാര്യമാണ്, പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ അതിൽ വേണ്ട ടീമിനെ കണ്ടെത്തി അതിലൂടെ അത് സോൾവ് ചെയ്തെടുക്കണം. അല്ലാതെ ഇതിൻ്റെ ആ എൻഡ് അവസ്ഥയിലേക്ക്, അത് ബാക്കി ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നതിനേക്കാൾ അത് ആ ഒരു കുട്ടിയുടെ തന്നെ വളർച്ചയിൽ പല സമയത്തും അവരുടെ സൈക്കോളജിക്കലായിട്ടും ബാക്കിയുള്ള അവരുടെ പിയർ പ്രഷറിലും ഒക്കെ വരുന്ന ഒരു പ്രോബ്ലമാണിത്. അത് ഹെൽപ്പ് ചെയ്യണം. പാരൻസ് അതിനെ സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ. സ്ത്രീകളുടെ ജീവിതത്തിൽ യൂഷ്വലായിട്ടുള്ള മറ്റൊരു ഫിനോമിനനാണ് പീരിയഡ്സ്. Is there a connection between diabetes and periods? സോ ബേസിക്കലി ഡയബറ്റീസ് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കൂടുതലും ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡയബറ്റീസ് നമുക്കൊരു പലപ്പോഴും അനോവുലേഷൻ, അതായത് ഓവുലേഷൻ ഉണ്ടാക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു റീസൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് എൻഡോക്രൈനോളജിസ്റ്റുകളും റീപ്രൊഡക്റ്റീവ് മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി അമിനോറിയ, അതായത് മെൻസ്ട്രേഷൻ കറക്റ്റ് അല്ലാതിരിക്കുക, നമ്മൾ ഫെർട്ടിലിറ്റിയുടെ ആസ്പെക്ട്സിലേക്ക് പോകുമ്പോൾ അവർക്ക് അനോവുലേറ്ററി സൈക്കിൾസിലാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ഓവുലേഷൻ സ്റ്റഡിയൊക്കെ നടത്തുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഡയബറ്റീസ് നമ്മൾ പറഞ്ഞു, മൊത്തത്തിൽ ഈ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ പറഞ്ഞത് ഡയബറ്റീസ് ഒരു ചെറിയ പ്രശ്നമല്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജനനേന്ദ്രിയ വ്യവസ്ഥയായിട്ടാണ്. ഡയബറ്റീസ് അവിടെയും എഫക്റ്റ് ചെയ്യുന്നു.
ഡയബറ്റീസ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഓർഗനും നമ്മുടെ ശരീരത്തിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡയബറ്റീസ് കൺട്രോൾ, ഇൻഫെർട്ടിലിറ്റി, ഫർദർ പ്രോബ്ലംസ് കണക്റ്റഡ് ടു ഗൈനക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് നമുക്ക് ഡയബറ്റീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്ത്രീകളിൽ കാണാം. റൈറ്റ്. ഡോക്ടർ, നമ്മുടെ ഡിസ്കഷൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു മെനോപോസ് വരെ ദർ ഇസ് എ പ്രൊട്ടക്ഷൻ ദാറ്റ് ഈസ് ബീൻ ഗിവൺ ബൈ നേച്ചർ ടു ദ വിമൻ. ഇതിനൊക്കെ എതിരെ മെനോപോസ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും അതിൻ്റെ പ്രിക്കോഷൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? സോ യൂഷ്വലി ഒരു ഫിസിയോളജിക്കൽ കാര്യമാണ്. അതെ. അപ്പോൾ ഫിസിയോളജിക്കലി നടക്കുന്ന ഒരു മാറ്റങ്ങളാണത്. ഏജിങ് പ്രോസസ്സൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒവേറിയൻ ആക്ടിവിറ്റി നമുക്ക് അതുകൊണ്ടുള്ള ഹോർമോണൽ സപ്പോർട്ടുകൾ നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത്. അപ്പോൾ മെയിൻലി നമുക്ക് എല്ലാറ്റിലും വ്യത്യാസം വരും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈവൻ എന്താ പറയുക, ഒരു സ്ത്രീയുടെ ബോഡി ഷേപ്പിൽ വ്യത്യാസം വരാം, അവരുടെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരാം, അവരുടെ ബോൺ മിനറൽ ഡെൻസിറ്റി, അങ്ങനത്തെ കാൽഷ്യം മെറ്റബോളിസം ചേഞ്ച് ചെയ്യാം, ഹൃദയത്തിൻ്റെ ആസ്പെക്ട്സിൽ അത്രോസ്ക്ലിറോട്ടിക് ഡിസീസ് ആണെങ്കിലോ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ആണെങ്കിലോ അതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുകയാണ്. പിന്നീട് ഡയബറ്റിസ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കും കുറച്ചുകൂടി, അതായത് വെയിറ്റ് മാനേജ്മെൻറ്റും നമ്മുടെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കുറച്ചുകൂടി ചേഞ്ച് ആവുന്നു. ഇതൊരു കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പലപ്പോഴും മെനോപോസുമായി കണക്ട് ചെയ്തിട്ടുള്ള ഫിസിക്കൽ പ്രോബ്ലംസിനെയാണ് നമ്മൾ കൂടുതൽ കാണാറ്. അവർക്ക് ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവാം, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതും ഒരു വളരെ എന്താ പറയുക അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത് പോകുന്നത്. പലപ്പോഴും വളരെ കീ പൊസിഷൻസിലൊക്കെ ഇരിക്കുന്ന ലേഡീസ് പോസ്റ്റ് മെനോപോസൽ പ്രോബ്ലംസ് ആയിട്ട് ലൈഫ് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് പക്ഷെ കുറച്ചും കൂടി വ്യത്യസ്തമാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഒരു 20 years മുന്നേ ആണെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, HRT ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളിക്ക് അപ്രാപ്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഒരു മാറിയ ചിന്താഗതി ഇതിലേക്ക് ആവശ്യമാണ്. ഇതൊരു എല്ലാ അസുഖങ്ങളെയും നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് സോൾവ് ആയി അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യത്തിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ ഇൻപുട്സ് അവിടെ ആവശ്യമായിരിക്കും, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടായിരിക്കും അതിനെ മാനേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ പലപ്പോഴും ഓസ്റ്റിയോപോറോസിസിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഓർത്തോപീഡീഷ്യൻ ആയിരിക്കും, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കേണ്ടത് ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാരും അവിടെയുണ്ട്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എല്ലിന് വരുന്ന മറ്റേ എന്താ പറയുക ആ ഡെൻസിറ്റിയൊക്കെ പോയി അത് അബ്സോർബ് ചെയ്തെടുക്കപ്പെടുന്ന പ്രോബ്ലമാണ്. അതായത് ഫ്രാക്ചേഴ്സിനും ബാക്കിയുള്ള ക്ഷീണം വരികയാണ്, എല്ലിന് ആ ബലം കുറയുകയാണ്, ആ സ്റ്റേറ്റാണ്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യേണ്ടത് മൾട്ടി ഡിസിപ്ലിനറിയാണ്. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനെ ഇന്ന് ആ രീതിയിൽ തന്നെ കണ്ടു തുടങ്ങണം. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് തന്നെ നമ്മളത് മാനേജ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കാണാത്തൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ നമ്മൾ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് എക്കണോമി വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പലയിടത്തും സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കൊളോണിലൊരു വലിയ കൊളോൺ എന്ന് പറഞ്ഞാൽ വൻകുടലിലൊരു ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒന്നുകിൽ അതൊരു ജനറൽ സർജൻ മാനേജ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ഗാസ്ട്രോ സർജൻ ആയിരിക്കും. നമുക്ക് കൊളോൺ ക്യാൻസർ മാത്രം സർജറി ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാരെ സർജറി ചെയ്ത് അനുഭവമുള്ള സെന്റേഴ്സ് നമുക്ക് ഉണ്ടാവില്ല. അവിടെ കൊളോൺ മാത്രമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചില സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കൂടി നമ്മുടെ നാട്ടിൽ വരേണ്ടതാണ്. ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ എസ്പെഷ്യലി പോസ്റ്റ് മെനോപോസൽ ആസ്പെക്ട്സിൽ, ഈ പോസ്റ്റ് മെനോപോസൽ ആസ്പെക്ട്സിൽ നമ്മളൊരു പ്രോബ്ലത്തിനായിട്ട് അപ്രോച്ച് ചെയ്യാൻ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ആ ഗൈനക്കോളജിസ്റ്റ് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു ജനറൽ അപ്രോച്ചാണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ ആൾക്കാരും വേണം അതിനെ ട്രീറ്റ് ചെയ്യാനോ അപ്രോച്ച് ചെയ്യുന്ന സെന്റേഴ്സ് ഓഫ് എക്സലൻസും ഉണ്ടാക്കേണ്ട കാലം നമ്മുടെ നാട്ടിലും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡയബറ്റീസിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമാണ്. ഡയബറ്റീസിൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് വേണം. ഡയബറ്റീസ് ഒരു സിംഗിൾ ഡിസീസ് അല്ല. അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റികൾ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ സെന്റേഴ്സിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യം. ഈ എപ്പിസോഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്,
ഏതൊക്കെ ഡോക്ടർമാരെയാണ് നമ്മൾ കാണേണ്ടത്, ഏതൊക്കെ മരുന്നുകളാണ് കഴിക്കേണ്ടത്, അങ്ങനെ പലതും. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിന് എന്തോരം ഫിനാൻഷ്യൽ ബർഡൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഈ ഫിനാൻഷ്യൽ ബർഡൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.